ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഒരു കഥ പറയാനുണ്ട്, അല്ലേ? ഒരിക്കലും സത്യം അറിയുന്നതിന് മുമ്പ് ഒരു വ്യക്തിയെ വെറുതെ വിലയിരുത്തരുത്. ചിലപ്പോൾ സത്യങ്ങൾ നിങ്ങളെ അതിശയിപ്പിക്കുന്നതായിരിക്കും. നമുക്കൊരു ചെറിയ കഥ കേൾക്കാം. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. അത് കഥ കേട്ട് കഴിയുമ്പോൾ സ്വയം തിരുത്താൻ ചിലപ്പോൾ സഹായിക്കും. ഒരു 24 വയസ്സുള്ള ചെറുപ്പക്കാരനും അവൻ്റെ അച്ഛനും ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ മകൻ തൻ്റെ അച്ഛനോട് പറഞ്ഞു, "ഇവിടേക്ക് നോക്ക്, ഈ മരങ്ങളെല്ലാം പുറകോട്ട് പോകുന്നു." ആ അച്ഛൻ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ അടുത്ത സീറ്റിൽ യൗവനക്കാരായ ദമ്പതികൾ ഇത് കാണുന്നുണ്ടായിരുന്നു. അവർക്ക് 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇങ്ങനെ കൊച്ചു കുട്ടികളെപ്പോലെ സംസാരിക്കുന്നത് കണ്ടിട്ട് ദേഷ്യവും അമർഷവും തോന്നി. അപ്പോൾ തന്നെ ആ മകൻ വീണ്ടും തൻ്റെ അച്ഛനോട് പറഞ്ഞു, "ഇവിടെ നോക്കൂ, ആ മേഘങ്ങൾ നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്നു." ഇത് കേട്ട് അടുത്തുള്ള ദമ്പതിമാർക്ക് വീണ്ടും അമർഷം തോന്നി. "നിങ്ങളുടെ മകനെ എന്തുകൊണ്ടാണ് ഒരു നല്ല ഡോക്ടറെ കാണിക്കാത്തത്?" അപ്പോൾ ആ അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകന് ജന്മനാ കാഴ്ചയില്ലായിരുന്നു. ഇന്നാണ് അവന് കാഴ്ച കിട്ടിയത്. അവന് അതിനാൽ എല്ലാം ഒരു കൗതുകമാണ്." ഇത് കേട്ട ആ ദമ്പതികളുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ ആ അച്ഛനോട് മാപ്പ് പറഞ്ഞു. നിങ്ങളും സ്വയം ചിന്തിക്കുക, മുൻവിധികൾ ജീവിതത്തിൽ വേണോ എന്ന്.